ഹായ് നമസ്കാരം. ഒരു നൊസ്റ്റാൾജിയ, അത് നമ്മുടെ ഒരു 85 to 90s ആ കാലഘട്ടത്തിലുണ്ടായ 90s കിഡ്സ് എന്നൊക്കെ പറയാം നമുക്ക്. അവർക്ക് ഒരു നൊസ്റ്റാൾജിക് സംഭവം, ആ ഒരു ഫീൽ തോന്നുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാവരുടെ അടുത്തും ഈ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടാവും. അതൊരു ഇന്നും സൂക്ഷിച്ച് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അവിചാരിതമായിട്ട് ഞാനൊരു സാധനം തപ്പിപ്പോയപ്പോൾ എനിക്ക് കിട്ടിയതാണിത്. അപ്പം അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അനുഭവങ്ങൾ, നിങ്ങളുടെ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക്, എൻ്റെ ഈ ഒരു ശരത് വ്ലോഗ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ അയൺ ചെയ്യാനുള്ള ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടേബിള് ഒരുപാട് വർഷം പഴക്കമുള്ളത്, അതുപോലെ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു ടേബിളാണ്. അപ്പോൾ ഈ ഡ്രോയറിനകത്താണ് ഞാൻ പറഞ്ഞ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ അതിന് പുറത്തായിട്ട് പണ്ട് ബാലഭൂമിയുടെ കൂടെ കിട്ടിയ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എത്ര വർഷം മുമ്പ് ഒട്ടിച്ചാണെന്നറിയോ? അപ്പോൾ ഈ കാർഡ്സൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് 90s കിഡ്സിൻ്റെയൊക്കെ ഒരുപാട് ഓർമ്മകൾ വന്നിട്ടുണ്ടാവും. സച്ചിൻ ടെണ്ടുൽക്കർ, അതുപോലെ സച്ചിനെ പോലെ ഒരുപാട് ലെജൻസ് ഉണ്ട് ഈ ഒരു ഡ്രോയറിനകത്ത്. പണ്ട് ബിഗ് ഫണ്ണ് അല്ലെങ്കിൽ സെൻറ്റർ ഫ്രഷ് അതുപോലുള്ള മുട്ടായികളുടെ കൂടെയാണ് ഈ ഒരു കാർഡ്സൊക്കെ കിട്ടിയിരുന്നത്. ഷോയിബ് അക്തർ, ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ബൗളിങ്ങും അല്ലെങ്കിൽ ആ ഒരു ലോങ് റണ്ണപ്പൊക്കെ കാണുമ്പോൾ, ഇപ്പോഴും ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാണ്. കാരണം എമ്മാരി സ്പീഡിലാണ് ഒരു ബോൾ എറിയുക. അതുപോലെ അജയ് ജഡേജ, എൻ്റെ പണ്ടത്തെ ഏറ്റവും ഫേവറേറ്റ് ആയ പ്ലെയർ ആയിരുന്നു അജയ് ജഡേജ. പണ്ട് ഞാനും ചേട്ടനും തമ്മിൽ, ചേട്ടൻ ഇപ്പോഴും പണ്ടും എപ്പോഴും സച്ചിൻ ഫാനാണ്. അപ്പോൾ ആരാണ് ബെറ്റർ എന്നുള്ള രീതിയിലുള്ളവർ എപ്പോഴും വഴക്കുണ്ടാവുമായിരുന്നു. അപ്പം ഈ നമ്മുടെ ജഡേജയുടെ കൂടെ തന്നെ കൂട്ടി വായിക്കേണ്ട ഒരാളാണ് റോബിൻ സിംഗ്, പറക്കും സിംഗ്. കാരണം ബ്രില്യൻ ഫീൽഡറായിരുന്നു, അതുപോലെ മികച്ചൊരു ബാറ്റ്സ്മാൻ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ തന്ന ലെജൻസാണ് എല്ലാവരും. ഞാനിതിൽ ഓരോരുത്തരെയും എടുത്തു പറയുന്നില്ല. എടുത്തു പറയാൻ നിന്നാൽ ഈ വീഡിയോ ഇവിടം കൊണ്ടൊന്നും എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ ആ ഒരു ചൈൽഡ്ഹുഡിനെ അത്രയേറെ സ്വാധീനിച്ച ക്രിക്കറ്റ് പ്ലെയേഴ്സാണിത്. ക്രിക്കറ്റിനെ ശരിക്കും ഒരു വികാരമാക്കി നമ്മളിലേക്കെല്ലാം എത്തിച്ച അത്രയും ബ്രില്യൻ്റായ പ്ലെയേഴ്സ്. ഇവരെ ഓരോരുത്തരെയും കാണുമ്പോണ്ടല്ലോ, ഇപ്പം ജയസൂര്യയെ കാണുമ്പോൾ ആയാലും, പണ്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ സ്പ്രിങ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. എന്നാൽ അമ്മാരി അടിയാണ്, തൊട്ട് കൊടുക്കുന്ന കാണാൻ ബോളൊക്കെ അങ്ങ് പോകുന്നതായിട്ടൊക്കെ കാണാമായിരുന്നു. പണ്ട് ശരിക്കും ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ബാറ്റ്സ്മാൻമാരുടെ മാത്രം കുത്തകയായിരുന്നില്ല. ശരിക്കും അവിടുത്തെ കിങ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ബൗളേഴ്സ് ആയിരുന്നു. കാരണം അമ്മാരി അത്രയും ലെജൻസായ ബൗളേഴ്സാണ്. നമ്മുടെ കോട്നി വാൽഷ്, വസീം അക്രം, വഖാർ യൂനിസ്, ആംബ്രോസ്, ഷെയ്ൻ ബോൺ, മഗ്രാത്ത്, ഗില്ലസ്പി, അങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ഒരുപാട് ബൗളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലെജൻസായ ബൗളേഴ്സിൻ്റെ ഇടയിൽ നിന്നാണ് സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും നമ്മുടെ ഇൻസമാം ഉൽ ഹക്കും അല്ലെങ്കിൽ സയ്യിദ് അൻവറും, അങ്ങനെ വിട്ടുപോയ ഒരുപാട് ലെജൻസ് ഉണ്ടാവാം. പക്ഷേ ഇവരൊക്കെ ഇവരുടെ ആ ഒരു ബാറ്റിങ്ങിലെ കഴിവ് ഇത്രയും ലെജൻസായ ബൗളേഴ്സിൻ്റെ ഇടയിൽ നിന്നാണ് കണ്ടെത്തിയത്. ശരിക്കും ഇന്നത്തെ പോലെ 2020 ആയിരുന്നില്ല ക്രിക്കറ്റ്. അന്നത്തെ ക്രിക്കറ്റൊക്കെ എന്ന് പറയുന്നത് ടെസ്റ്റ് മത്സരങ്ങളായിരുന്നു, അതുപോലെ വൺ ഡേ മത്സരങ്ങളായിരുന്നു. 2020 ഒന്നും ശരിക്കും ഒരു ക്രിക്കറ്റായിട്ട് എനിക്ക് പേഴ്സണലി അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം ഇന്നത്തെ പോലെ ബാറ്റ്സ്മാൻമാർക്ക് മാത്രം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അന്ന് ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. പവർ പ്ലേ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നോ ബോൾ എറിഞ്ഞാൽ ഫ്രീ ഹിറ്റ്, അങ്ങനത്തെ ഒരു പരിപാടികളും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ശരിക്കും ക്രിക്കറ്റ് ശരിക്കും പറയുക, ഒരു വികാരമായിരുന്നു, നമുക്കന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ലാൻസ് ക്ലോസർ ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ഓൾറൗണ്ടറാണ് ദക്ഷിണാഫ്രിക്കയുടെ. പണ്ട് ഇദ്ദേഹം ഓസ്ട്രേലിയയോട് തോറ്റിട്ട് കരഞ്ഞുകൊണ്ട് ഗ്രൗണ്ട് വിട്ടതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച എല്ലാ ലെജൻസിനും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ ആ ഒരു ചൈൽഡ്ഹുഡ് ഇത്രയും മനോഹരമാക്കി തന്നതിൽ നിങ്ങളൊക്കെ വഹിച്ച പങ്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നതായിരുന്നില്ല. ക്രിക്കറ്റിനെ ഇന്നും ഞങ്ങൾ അതുപോലെ നെഞ്ചോട് തീർക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ സമ്മാനിച്ച ഓർമ്മകളാണ്. എന്തായാലും ഒരിക്കൽ കൂടി ഈ ഒരു ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ അവിചാരിതമായിട്ടാണെങ്കിലും എൻ്റെ ഈ ഒരു കാർഡ് കളക്ഷൻ പലർക്കും ഓർമ്മകളായിട്ടുണ്ടാവും. താങ്ക്സ് ലെജൻസ്, ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ വേറെ ഒരു കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പണ്ട് ടാറ്റ ഒരു ഡോക്കോമോ എന്ന് പറഞ്ഞിട്ട് സിം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരസ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പാക്കിങ്, ആ ഒരു ബോക്സ് ഭയങ്കര ഭംഗിയായിരുന്നു. കാരണം പണ്ട് ആ സിമ്മൊക്കെ കിട്ടിയിരുന്ന ഒരു ചെറിയൊരു കവറിലൊക്കെ ആയിരുന്നു. അതൊക്കെ മാറ്റിയിട്ടാണ് ടാറ്റ ഒരു മനോഹരമായ ബോക്സിൽ ഇത്രയും നല്ലൊരു സിമ്മൊക്കെ തന്നത്. അന്ന് അതിന് SMS-നൊക്കെ ഭയങ്കര ഓഫറായിരുന്നു. കാരണം പണ്ട് SMS ആയിരുന്നല്ലോ, എല്ലാം കൈമാറിയിരുന്നത് നമ്മുടെ SMS-കളിലൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു സിമ്മ് അന്ന് എടുത്തത്.
അതിൻ്റെ ഒരു പാക്കിങ് കണ്ടില്ല, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടാവില്ല, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നന്ദി.